PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDCയുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് പ്രൊഫൈലിൽ. അതറിയിക്കാനാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതായത് കോട്ടയം ജില്ലയുടെ LDC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ, അതായത് 5-6 ദിവസം വരെ ഇതിന് സമയം കാലാവധിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സമയപരിധിക്കുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയല്ല, തീർച്ചയായും ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അത് ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് നേരിടും. ഇനി ഈ മെസ്സേജ് വന്നവർ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ID പ്രൂഫ്, അതായത് ആധാർ കാർഡിൻ്റെ, പിന്നെ 2 നെയിമും ഡേറ്റ് ഓഫ് ബർത്തും പ്രൂവ് ചെയ്യണ സർട്ടിഫിക്കറ്റ്, അതായത് SLC അല്ലെങ്കിൽ CBSE സർട്ടിഫിക്കറ്റ്, പിന്നെ 3ാമത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന, അതായത് മാർക്ക് ലിസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാരുടെ അടുത്തുനിന്ന് മേടിച്ചിട്ടുള്ളത്. പിന്നെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടവർക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ്. പിന്നെ അടുത്തതായിട്ട് EWS കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ആ EWS സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒക്കെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ. ഇനി 1 ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഓൾറെഡി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർ ആണെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് വരാറുണ്ട്, ചിലപ്പോൾ വന്നൊന്നും വരില്ല. പക്ഷേ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ഇതായിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ PSCയെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അല്ലാത്തവർ 1 ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞെല്ലാം ഓക്കെ ആണെന്നുള്ളവർക്ക് കുഴപ്പമില്ല, പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ കോട്ടയം ജില്ലയുടെ മാർക്ക്, കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ചാനലിൻ്റെ ഒരു ഇത് പ്രകാരം 65-നും 70-നും ഇടയ്ക്ക് തന്നെയാണ് ആവാനാണ് സാധ്യത, ജനറൽ കാറ്റഗറി പെട്ടവർക്ക്. ഇനി നിങ്ങൾ ഈ മെസ്സേജ് വന്നിട്ടുള്ളവർ നിങ്ങളുടെ മാർക്കും ഏത് കാറ്റഗറി ആണെന്നുള്ളതും നിങ്ങൾ ആ കമൻസിലൊന്നിട്ടാൽ ബാക്കിയുള്ളവർക്കും നമുക്കൊക്കെ ഒരു ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ മെസ്സേജ് വന്നേക്കണത് 5ാം ഘട്ടത്തിലാണ്. ഇതിനു മുമ്പ് 4 ഘട്ടങ്ങളിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജുകൾ വന്ന് പൂർത്തിയായി കഴിഞ്ഞു. അതായത് 4 ഘട്ടങ്ങളിലും കൂടെ 8 ജില്ലകളുടെ, 4 ഘട്ടങ്ങളിലെ 8 ജില്ലകളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണ മെസ്സേജ് വന്നു കഴിഞ്ഞു. അതായത് സെപ്റ്റംബർ 7-ാം തീയതി വരെയുള്ളതാണ് ഇത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കോഴിക്കോട് ജില്ലയുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജാണ് വന്നു കഴിഞ്ഞത്. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയുടെ ഒപ്പം പരീക്ഷ നടന്ന ജില്ല കൂടിയാണ് ഏത്, കോട്ടയം ജില്ല. ഇന്ന് 5ാം ഘട്ടം പരീക്ഷ നടന്നിട്ടുള്ള കോട്ടയം ജില്ലയുടെ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുള്ളത്. ഈ 5ാം ഘട്ടത്തിൻ്റെ കൂടെ കോട്ടയം ജില്ലയുടെ കൂടെ പരീക്ഷ നടന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയുടെയാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇത് വന്നേക്കുന്നത് കോട്ടയം ജില്ല. ഇതിൻ്റെ പരീക്ഷ നടന്ന തീയതി സെപ്റ്റംബർ മാസം 28-ാം തീയതി ആണ്, 2024 സെപ്റ്റംബർ 28-ാം തീയതിയാണ്. അത് ഏകദേശം 69.57% പേരാണ്, 1,39,694 പേര് കൺഫേം ചെയ്തിട്ടുണ്ട് 2 ജില്ലകളുടെയും കൂടെ. അതിൽ പരീക്ഷ എഴുതിയത് 69.57%, അതായത് 97,197 പേരാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഇതിലാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 8 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയും 1 തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 92-ലാണ് മാർക്ക് മൂല്യനിർണ്ണയം നടത്തിയിട്ടുള്ളത്. ഇനി ഇതുവരെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുള്ള ജില്ലകൾ തിരുവനന്തപുരം ജില്ലയാണ്. അത് ഏകദേശം 71-72ൻ്റെ അടുത്താണ് അതിൻ്റെ ജനറൽ കാറ്റഗറിയുടെ ഉണ്ടിട്ട് ഞാൻ പറയണത് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. പിന്നെ പത്തനംതിട്ട ഏകദേശം 58-59 റേഞ്ചാണ്, 60ൻ്റെ അടുത്ത്. പിന്നെ തൃശ്ശൂരും അതുപോലെ തന്നെ 60.33 ആണ്, ഞാൻ അറിഞ്ഞ പ്രകാരമുള്ളതാണ് പറയണത്. പിന്നെ കണ്ണൂർ 57, പിന്നെ അതുപോലെ കാസർഗോഡ് 51, കൊല്ലം 58 പിന്നെ പാലക്കാട് 63 ആലപ്പുഴ അതുപോലെ തന്നെ 63, കോഴിക്കോട് ജില്ലയുടെ 69, അതായത് 70-നോട് അടുത്തൊരു മാർക്കാണ്, 69.33 അങ്ങനെ എന്തോ ആണ് എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം
മെസ്സേജ് ജനറൽ കാറ്റഗറിക്കാരുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വന്നേക്കണ കോട്ടയം ജില്ലയുടെയും ഇതുപോലെ തന്നെ ഏകദേശം 65-ൻ്റെ 70-ൻ്റെയും കോഴിക്കോട് പോലെ തന്നെ 65-ൻ്റെ 70-ൻ്റെ ഇടയിൽ വരാനാണ് സാധ്യത എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമൻസിലിട്ടാൽ നമുക്ക് അറിയുള്ളൂ അത് എത്രയാണ് ശരിക്ക് എത്ര മാർക്ക് വരെയുള്ളവർക്കാണ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുള്ളതെന്ന്. ഈ കോട്ടയം കോഴിക്കോട് ജില്ലയുടെ LDC പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ താരതമ്യേന എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് കുറച്ച് കൂടിയിട്ടുള്ളത്. പിന്നെ ഇതുവരെ ഈ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നായിട്ട് 583 പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത്. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാനായിട്ട് ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടല്ലോ, ഇതിൻ്റെ കാലാവധി 31/7/2025 അതായത് ഈ വരുന്ന ജൂലൈ 31-ാം തീയതിയാണ് തീരുക. അപ്പോൾ ആഗസ്റ്റ് 1-ാം തീയതി തൊട്ടാണ് പുതിയ ലിസ്റ്റ്, അതായത് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് പ്രാബല്യത്തിൽ വരിക. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റൊക്കെ ഏകദേശം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് വരാനാണ് സാധ്യത. അത് കഴിഞ്ഞൊരു ജൂൺ ജൂലൈയോട് കൂടിയിട്ട് റാങ്ക് ലിസ്റ്റ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയും കോട്ടയം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലുള്ളതുകൊണ്ട് ഇതുവരെ 583 പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത്. ഇനിയും ഒരു 5-6 മാസം സമയം കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ളിൽ കുറേയും കൂടെ നടക്കുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ലിസ്റ്റിൽ വരുന്ന, അതായത് ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു ശതമാനം പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുൻപിലത്തെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവിത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. താങ്ക് യു.